യോഗത്തിൽ വീണ മാത്രമല്ല പിണറായി വിജയനും പണം വാങ്ങിയതായി തെളിഞ്ഞുവെന്ന് മാത്യു കുഴൽനാടൻ MLA. കോൺഗ്രസ് തുടക്കത്തിലെ പറഞ്ഞ അതേ കാര്യങ്ങളാണ് SFIയുടെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചത്. മുഖ്യമന്ത്രിക്കും മകൾക്കും പ്രതിരോധം തീർത്ത CPMന്റെ നിലപാട് അറിയാൻ ആഗ്രഹമുണ്ട് എന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു. ഭീകരബന്ധം പറഞ്ഞ് SFI അന്വേഷണം നീട്ടുന്നത് ടോം ആൻഡ് ജെറി ഷോയാണെന്നും മാത്യു കുഴൽനാടൻ വ്യക്തമാക്കി. വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുമ്പോഴായിരുന്നു അദ്ദേഹം ഇക്കാര്യങ്ങൾ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഡൽഹി ഹൈക്കോടതിയിൽ SFIയുടെ അഭിഭാഷകൻ എക്സാലോജിക്കിന് ഒരു സേവനവും നൽകാതെ വീണ വിജയൻ എന്ന് പറയുന്ന വ്യക്തിയുടെ കമ്പനിക്ക് കോടാനുകോടി രൂപ നൽകിയത് ഒരു രാഷ്ട്രീയ നേതാവിനെ സ്വാധീനിക്കാൻ വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ അതാരാണ് എന്ന് പറയാനുള്ള ബാധ്യത, കാരണം കേരളത്തിലാണ് പേയ്മെന്റ് നടന്നത്, കേരളത്തെ സംബന്ധിച്ചുള്ള കാര്യമാണ്, അത് പറയാനുള്ള ബാധ്യത പിണറായി വിജയനോ അല്ലെങ്കിൽ CPMനോ ഉണ്ട്. വീണ വിജയൻ പറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, കാരണം അവർ ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിട്ടും ഇതുവരെ അവര് വാ തുറന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇന്ററീം സെറ്റിൽമെന്റ് ബോർഡില് CMRL എന്ന് പറയുന്ന കരിമണൽ കമ്പനിയിൽ നിന്നും കോടാനുകോടി രൂപ വീണ വിജയൻ വാങ്ങിയത് കൂടാതെ പിണറായി വിജയനും വാങ്ങിയെന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യം അടിവരയിടുന്ന സ്റ്റേറ്റ്മെന്റാണ് SFIയുടെ അഭിഭാഷകന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. പിണറായി വിജയൻ അഴിമതിക്കാരനും കരിമണൽ കമ്പനിയിൽ നിന്നും കോടാനുകോടി രൂപ കൈക്കൂലി വാങ്ങിയ വ്യക്തിയുമാണ് എന്ന് ഇതിനേക്കാളും ആധികാരികമായി ഇനി നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയില്ല. പക്ഷെ ഇതൊക്കെ ആയിരിക്കുമ്പോൾ ഒരു കാര്യം കൂടി ഇതിന്റെ അകത്ത് പ്രത്യേകിച്ചുണ്ട്. ഇപ്പോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഞാൻ പറയും, കേരളത്തിലെ ആളുകളെ സംബന്ധിച്ച് ഇന്ന് ഈ കഴിഞ്ഞ കുറെ കാലമായി 8 വർഷത്തെ പിണറായി വിജയന്റെ ഭരണത്തിൽ ഉടലെടുത്ത അഴിമതികൾ, നിരവധിയായ അഴിമതികൾ വെളിച്ചത്ത് കൊണ്ടുവരികയും അതിനെതിരെ അന്വേഷണം നടത്തേണ്ട അന്വേഷണ ഏജൻസികൾക്ക് ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകുകയും ആ പരാതി നൽകിയതിനു ശേഷം അതിന്റെ പേരിൽ നടപടികൾ ആരംഭിച്ചു എന്ന് പറയുകയും ആ നടപടികൾ മുന്നോട്ടു പോകുന്നു എന്ന പ്രതീതി ഉണ്ടാക്കി അത് കഴിഞ്ഞിട്ട് സ്വാഭാവികമായിട്ടും ഇതുവരെ കാര്യങ്ങളൊന്നും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച പോലെ എവിടെയും എത്തിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ.